ഹായ് ഫ്രണ്ട്സ്, LBSൻ്റെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നിട്ട് കോളേജ് ജോയിനിങ്ങിൻ്റെ സമയം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവധി ദിവസമൊക്കെ വരും, അതിനിടയിലും അല്ല അതിന് ശേഷമൊക്കെ ആയിട്ട് നമുക്ക് കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കോളേജ് ജോയിൻ ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഒത്തിരി പേര് ഇനിയും അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുന്നുണ്ട്, ഇനിയും വേക്കൻസിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഫോർത്ത് അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ്. ഇനി ഫോർത്തും ഫിഫ്ത്തും ഒന്നുമല്ല, അതിനപ്പുറത്തേക്കും അലോട്ട്മെൻറ്റ് മുൻകാലങ്ങളിൽ കടന്നിട്ടുണ്ട്. ഈ വർഷം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു സർക്കുലർ കുറച്ച് ദിവസം മുന്നേ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് 4ാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ നടക്കുന്ന ഓരോ അലോട്ട്മെൻറ്റും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് എന്നാണ് അറിയിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവർ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈൻ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ഓപ്ഷൻ ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്യണം. അതായത് ഇനിയുള്ള അലോട്ട്മെൻറ്റിലേക്ക് സെപ്പറേറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. ചിലപ്പോൾ ഓൺലൈൻ ആവാം, ചിലപ്പോൾ ഓഫ്ലൈൻ ആവാം, അത് കൺഫേം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓൺലൈൻ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ഓൺലൈനായി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. ഓരോ അലോട്ട്മെൻറ്റിനും അതിലേക്ക് മാത്രമായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റിന് വേണ്ടി ഓപ്ഷൻ കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അലോട്ട്മെൻറ്റിന് വീണ്ടും ഓപ്ഷൻ കൊടുക്കണം. മുൻപ് നടന്ന അലോട്ട്മെൻറ്റിലെ ഓപ്ഷൻ പരിഗണിക്കുന്നതല്ല. അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോഴ്സിനും കോളേജിനും മാത്രമേ ഓപ്ഷൻ നൽകാവൂ എന്നും പ്രത്യേകം ഓർക്കുക. ഓപ്ഷൻ നൽകുന്നതിന് പരിധിയില്ല, എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകാം. പക്ഷേ കിട്ടിയത് കൺഫേമായി എടുത്തിരിക്കണം. വിട്ടുപോയാൽ പിന്നെ പുറത്തായി പോകും നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന്. സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് ഓൺലൈൻ അല്ലാത്തത്, ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ഓഫ്ലൈൻ ആയേക്കാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നു. അതിൽ പങ്കെടുക്കാനായി അടുത്തുള്ള LBS ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അപേക്ഷകർ നേരിട്ട് ഹാജരാകേണ്ടതാണ്. അപേക്ഷകന് ഹാജരാകാൻ സാധിക്കില്ലെങ്കിൽ പ്രോസ്പെക്ടസ്, അതായത് അനക്സ്ചർ 6 പ്രകാരമുള്ള ഓതറൈസേഷൻ ലെറ്റർ കൊണ്ടുവരേണ്ടതാണ്. അതുമായിട്ട് വേറൊരു വ്യക്തിക്ക് പോകാം. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഫീസ് കൊടുക്കേണ്ടതായി വരും. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഫ്ലൈൻ ആയിട്ടാണ് ഇനി വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ജില്ലാ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഹാജരാകുകയും നേരിട്ട് പറ്റൂലെങ്കിൽ അതിനൊരു ഓതറൈസേഷൻ കൊടുത്ത് വേറെ ആളെ ഏൽപ്പിക്കാം. പക്ഷേ അവിടുന്ന് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ ഫീസ് കൊടുക്കേണ്ടി വരും. സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ പങ്കെടുക്കാനും അനുവദിക്കില്ല. അവസാനത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് റീഫണ്ട് നൽകുന്നതല്ല എന്നും പ്രത്യേകം ഓർക്കുക. അതായത് അവസാനത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുത്തു, പക്ഷേ കോളേജിൽ എന്നിട്ട് കിട്ടുകയും ചെയ്തു, പക്ഷേ കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവർ, അതായത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ ഫീസ് അടക്കണം. ഫീസ് അടച്ചു പക്ഷേ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ ആ ഫീസ് തിരിച്ച് കിട്ടത്തില്ല എന്ന്. ഇതുവരെയുള്ള കേസുകളിൽ തിരിച്ച് കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അത് കിട്ടത്തില്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുതുതായി അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിലവിലുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പഴയ അലോട്ട്മെൻറ്റ് നിലനിൽക്കുന്നതല്ല. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പഴയതും പുതിയതും നഷ്ടപ്പെടും. അതായത് ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവർ സ്പോട്ടിലേക്ക് പങ്കെടുത്തിട്ട് അലോട്ട്മെൻറ്റ് സ്പോട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയത് അവിടെ ഉണ്ടാവും. അഥവാ സ്പോട്ടിൽ കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ സ്പോട്ടിലേതും നഷ്ടപ്പെടും, ഓൾറെഡി മുന്നേ കിട്ടിയതും നഷ്ടപ്പെടും എന്ന്. സർക്കാർ കോളേജ് അല്ലാത്ത കോളേജിൽ അഡ്മിഷൻ നേടിയവർക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതായത് ഗവൺമെൻറ് കോളേജ് അല്ലാത്ത എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ സ്പോട്ടിൽ പങ്കെടുക്കാൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനായിട്ട് പങ്കെടുക്കേണ്ടതാണ്. അതെങ്ങനെയാണ് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്നത് എന്നൊക്കെ കൃത്യമായി അതാത് സമയം ഒഫീഷ്യലി വെബ്സൈറ്റിലൂടെ LBS നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസ്, ഡീറ്റെയിൽസ്, സർക്കുലർ ഡീറ്റെയിലായി വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുക.